ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ചിങ്ങം 1-ാം തീയതി തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ചിങ്ങത്തിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സമൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൊയ്ത്തുകാലത്തിൻ്റെ ഓർമ്മയാണ് അല്ലേ ഓണം എന്ന് പറയുന്നത്. കാർഷിക വിളവെടുപ്പിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവനന്തപുരം പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ഓണം കേരളം ഒട്ടാകെ ഓണം എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്, ഒരു ഉത്സവം തന്നെയാണ്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം കംപ്ലീറ്റ് ആയിട്ട് ഓണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപോലെ കേരളം ഒട്ടാകെ ആഘോഷിക്കുന്നുണ്ട്. എന്നാലും കേരളത്തിൽ വിഷു പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ വിഷു പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഓണം എന്ന് പറയുന്നതാണ് ഒരു ഏകദേശം 10-15 ദിവസത്തോളം, എന്തിനു പറയുന്നു, ഒരു മാസത്തോളം തന്നെ നിലനിൽക്കുന്ന നീണ്ടുപോകുന്ന ഒരു ഉത്സവം കൂടിയാണ് നമ്മൾ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്നത്. ഓണത്തിനുള്ള ഓണക്കോടിയെടുക്കൽ, അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കൽ, അതുപോലെ പഴയ സാധനങ്ങൾ. ഇപ്പോൾ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു പഠനകാലത്തൊക്കെ ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ വഴി മുതൽ വീട് വരെ ഒരു ചെറിയ ഒരു പുല്ല് പോലും നിൽക്കാതെ എല്ലാം വൃത്തിയാക്കി അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ നേരത്തെ തന്നെ തുടങ്ങും. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു നല്ല കാലഘട്ടം അതാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പിന്നെ കുപ്പിവളകളില്ലാതെ ഒരു ഓണം എന്ന് പറയുന്നതില്ല. നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു കൈ നിറച്ചിങ്ങനെ വളകൾ ഇടുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ്. അത് മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച തന്നെയാണ്. എല്ലാ കുട്ടികളും ഇങ്ങനെ കുപ്പിവളയൊക്കെ ഇട്ട്, അതുപോലെ തന്നെ പഴയ കൊലുസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓണം സമയത്തായിരിക്കും നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ കൊലുസ് വാങ്ങുക. അതുപോലെ ഓണക്കോടി എല്ലാവർക്കും എങ്ങനെയുള്ള ഡ്രസ്സസ്സാണ് എടുക്കുന്നത്, നല്ല വർണ്ണ പട്ടുപാവാട ഉടുപ്പൊക്കെ ആയിരിക്കും മിക്കവാറും ഓണത്തിന് നമുക്ക് എടുത്തു തരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് ആ ഒരു കാലഘട്ടം. പിന്നെ ഓണത്തിൻ്റെ പൂരാടം മുതൽ തന്നെ വിശേഷം തുടങ്ങും. പൂരാടത്തിനും കുറച്ച് ദിവസം മുമ്പേ തന്നെ ഓണം തന്നെയാണ്, എന്നാലും പൂരാടം മുതൽ വീട്ടിൽ വിശേഷങ്ങളൊക്കെ തുടങ്ങും. എൻ്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പലഹാരം എന്ന് പറയുന്നത് കളിയുടയ്ക്ക എന്ന് പറയും ഒരു സാധനം. അരി കൊണ്ടുണ്ടാക്കുന്ന, അരിയും ജീരകവും ഒക്കെ ഇട്ട് നമ്മളുണ്ടാക്കുന്ന കളിയുടയ്ക്ക എന്ന് പറയുന്ന ഒരു സാധനം ഓണത്തിന് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നത് നെയ്യപ്പം, അച്ചപ്പം, ഇതൊക്കെ ഓണത്തിന് 3-4 ദിവസം മുന്നേ ഉണ്ടാക്കി ഓരോരോ ടിന്നുകളകത്ത് അടച്ചു വയ്ക്കും പലഹാരങ്ങളൊക്കെ. അങ്ങനെ അച്ചപ്പം, നെയ്യപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ പിന്നെ കൃഷി ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചേന, ചേമ്പൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തത് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പൂപ്പനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു ഓണം എന്ന് പറയുന്നത്. അപ്പം പിന്നെ പഴമൊക്കെ കൊണ്ടുവന്ന് പഴക്കൊലകളുണ്ടല്ലോ, അതൊക്കെ നേരത്തെ കൊണ്ടുവന്ന് പഴുക്കാനായിട്ട് വെക്കും. അതൊന്നും പുറത്തുനിന്ന് വാങ്ങാറില്ല. പിന്നെ ശർക്കര വരട്ടി എന്ന് പറയുന്ന സാധനം അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ചിപ്സ് ഉണ്ടാക്കും, ഏത്തക്കായുടെ ചിപ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഓർമ്മയാണ് മനസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ മിക്കവാറും കടല പായസമായിരിക്കും ഉണ്ടാക്കുന്നത്. കടല പായസമല്ല, കടല പ്രഥമൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രഥമങ്ങളിൽ പ്രഥമൻ വിഭവങ്ങളിൽ ഏറ്റവും സ്വാദിഷ്ടമായി എനിക്ക് തോന്നുന്നത് എനിക്ക് കടലപ്രഥമനാണ്. അപ്പോൾ ആ പ്രഥമൻ തന്നെയാണ്. അത് നല്ല ശ്രമകരമായൊരു ജോലിയാണല്ലോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്ത് 1-ാം പാല്, 2-ാം പാല്, അതുപോലെ തന്നെ കടലയൊക്കെ അതിൻ്റെ പാകത്തിന് വെന്ത് കിട്ടുക, അത് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അതുപോലെ നല്ല ശർക്കര ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പാകം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞാൽ പ്രഥമൻ ടേസ്റ്റി ആയിട്ട് വരില്ല. അപ്പം വളരെ ശ്രമകരമായൊരു ജോലിയാണത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അങ്ങനത്തെ ഒരു കാലം നമുക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. മുറ്റത്ത് പൂക്കളം, നമ്മുടെ വീട്ടിൽ തന്നെ വിരിയുന്ന ചെമ്പരത്തി, കാശിത്തുമ്പ, അതുപോലെ തന്നെ നന്ദിയാർവട്ടം, അതുപോലെ വേറെ പൂക്കളുണ്ടല്ലോ, പാരിജാതം,
നമ്മളെ വീട്ടിലുള്ള മറ്റേ കാശിത്തുമ്പ വിഭാഗത്തിൽപ്പെടുന്ന കനകാംബരം, പലതരത്തിലുള്ള കനകാംബര പൂക്കൾ, കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. നമ്മൾ ഈ വയലിലകളിലൊക്കെ അത് ധാരാളം കാണും. നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ മുഴുവൻ വയലുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇപ്പോൾ അതെല്ലാം മാറ്റി അവരൊക്കെ ഇപ്പോൾ റബ്ബറും മറ്റു കാര്യങ്ങളുമൊക്കെ ആക്കി വയലൊക്കെ നികത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം തന്നെയായിരുന്നു അന്നത്തെ ഓണം എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ ആ ഓണം മധുര സ്മരണകളോടെ തന്നെ ആഘോഷിക്കുന്നു. പഴയ ഓർമ്മകൾ ഒന്ന് അയവിറക്കാൻ കൂടിയുള്ള ഒരു മനോഹരമായ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. നമ്മുടെ നിരത്തുകളെല്ലാം തന്നെ അതുപോലെ കടകളും നിരത്തുകളും ഒക്കെ ഓണത്തിൻ്റെ വ്യാപാര തിരക്കുകളിലാണ്. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രം ഓണാഘോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷം അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചതയത്തോടു കൂടിയാണ് ഓണാഘോഷ പരിപാടികൾ അവസാനിക്കുന്നത്. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ സിറ്റിയിൽ ഇടാറുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒരാഴ്ചക്കാലം അത് നിലനിൽക്കുന്നതാണ്. കനകക്കുന്നും പരിസരങ്ങളും അതുപോലെയുള്ള ആ ഭാഗങ്ങളൊക്കെ, ട്രിവാൻഡ്രം സിറ്റി ഭാഗങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു മാസം തന്നെയാണ് ചിങ്ങം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടൊപ്പം ഞാനും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. എല്ലാവരുടെ വീട്ടിലും ഭഗവാൻ ഐശ്വര്യവും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മുൻകൂറായി തന്നെ അറിയിക്കുകയാണ്. വീണ്ടും ഓണത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വ്ളോഗുമായി വരുന്നതാണ്. അപ്പോൾ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ലവ് യു ഓൾ. ടേക്ക് കെയർ. താങ്ക് യു.